ഒരിക്കൽ കുഞ്ഞാപ്പുവും അച്ഛനും പുഴയോരത്തുകൂടി പോവുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയി. കുഞ്ഞാപ്പു, നമുക്ക് നീന്തൽ പഠിച്ചാലോ? അയ്യോ, ഞാനോ? എനിക്ക് പേടിയാ വെള്ളത്തിലിറങ്ങാൻ, കുഞ്ഞാപ്പു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീന്തൽ പഠിക്കാന്നേ, അതൊക്കെ എളുപ്പാ, അച്ഛൻ നോക്കിക്കോളാം. എന്നാ നമുക്ക് പഠിക്കാം. ദാ ഇങ്ങനെ ഇങ്ങനെ നീന്തിയാൽ മതി കേട്ടോ. നീന്തലൊക്കെ പഠിച്ച് പിറ്റേന്ന് കുഞ്ഞാപ്പു സ്കൂളിൽ പോയി. അപ്പോൾ സാറ് പറഞ്ഞു, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ, നമുക്ക് ഒരു വിനോദയാത്ര വരുന്നുണ്ട്. അങ്ങനെ അവർ ആടിപ്പാടി ബസ്സിൽ വിനോദയാത്രയ്ക്ക് പോവുകയാണ്. നല്ല രസമുള്ള പൂക്കളല്ലേ? എല്ലാവരും കൈ കഴുകിയോ? നല്ല കുക്കീസ്. വാ, ഇനി നമുക്ക് പുഴയോരത്ത് പോവാം. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതൊരു വലിയ പൂമ്പാറ്റയാണല്ലോ, നല്ല രസമുണ്ടല്ലേ? അതെ അതെ, നല്ല രസമുണ്ട്. ഞാനിപ്പോ വരാം, നിങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങരുതേ. വെള്ളത്തിലിറക്കാം. നമുക്കിവിടെ ചാടി കുളിച്ചാലോ? അയ്യോ, അപകടമാണേ. സാറ് പറഞ്ഞത് വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ്. വേണ്ടെന്ന് പറഞ്ഞാ കേൾക്കൂല. നല്ല രസം. അമ്മേ, അയ്യോ, എന്നെ രക്ഷിക്കണേ. കുട്ടു വെള്ളത്തിലേ. അയ്യോ അയ്യോ, ഞാൻ രക്ഷിക്കാം. അതാ വരുന്നു. കുഞ്ഞാപ്പു വളരെ മിടുക്കനാണ്. പക്ഷെ നമുക്കറിയാത്ത സ്ഥലത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയാൽ അപകടം ഉണ്ടാവും കേട്ടോ. എല്ലാവരും വരൂ, വേഗം വരൂ, നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. എല്ലാവരും വന്ന് വണ്ടിയിൽ കയറൂ, വരി വരിയായി നിൽക്ക്, ഇനി വന്ന് വണ്ടിയിൽ കയറ്. എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മുടെ ക്ലാസ്സിൽ ഒരു ധീരനുണ്ട്. ആരാണെന്നറിയാമോ? അതെ, കുഞ്ഞാപ്പു. കുഞ്ഞാപ്പുവിന് നമ്മളൊരു സമ്മാനം നൽകാൻ പോവുകയാണ്. കുഞ്ഞാപ്പുവിന്റെ ധീരതയ്ക്ക് ഒരു മെഡൽ. ഒരിക്കലും നമുക്ക് അറിയാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. അങ്ങനെ ധീരനായ നമ്മുടെ കുഞ്ഞാപ്പുവിനെ എല്ലാവരും അഭിനന്ദിച്ചു.